കുറച്ചു നാൾ മുന്നേ മന്ത്രി ഗണേഷ് കുമാർ ഒരു തൊപ്പി പരാമർശം നടത്തിയിരുന്നു. കേന്ദ്ര സഹമന്ത്രി നടനുമായ സുരേഷ് ഗോപിയാണ് അദ്ദേഹം അന്ന് പരിഹസിച്ചത്. സുരേഷ് ഗോപിക്കല്ല കുഴപ്പം, അദ്ദേഹത്തെ ജയിപ്പിച്ചവർക്കാണെന്നും വർഷങ്ങൾക്ക് മുൻപ് ഇദ്ദേഹം ഭരചന്ദ്രനായി അഭിനയിച്ച ശേഷം കാറിന്റെ പുറകിൽ എപ്പോഴും ഒരു SP തൊപ്പി വെച്ചാണ് യാത്ര ചെയ്തിരുന്നതെന്നും ഗണേഷ് കുമാർ പരിഹസിച്ചിരുന്നു. എന്നാൽ ഗണേഷ് കുമാർ പറഞ്ഞ ആ കമ്മീഷണറുടെ തൊപ്പി ഇപ്പോൾ എവിടെയെന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നതോടെ വ്യക്തത വരുത്തി സുരേഷ് ഗോപിയും രംഗത്ത് വന്നിരുന്നു. തന്റെ കയ്യിൽ ഇപ്പോൾ ആ തൊപ്പി ഇല്ല എന്നും ഇടുക്കി തൊടുപുഴയിൽ അച്ഛന്റെയും രണ്ടാനമ്മയുടെയും ക്രൂര മർദ്ദനത്തിന് ഇരയായ ഷെഫീഖ് എന്ന കുട്ടിക്ക് 2014 അത് കൈമാറി എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അതോടെ സുരേഷ് ഗോപിക്കെതിരെ മന്ത്രി KV ഗണേഷ് കുമാർ വീണ്ടും ആഞ്ഞടിച്ചു. പോലീസ് ഉദ്യോഗസ്ഥന്റെ യൂണിഫോം ഇട്ട് എറണാകുളത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി വിവാദമായതൊന്നും സുരേഷ് ഗോപി മറക്കരുത് എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. മാധ്യമങ്ങളിൽ അതിന്റെ ക്ലിപ്പുകൾ ഇപ്പോഴും ഉണ്ടാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സുരേഷ് ഗോപിയെ രൂക്ഷമായി പരിഹസിക്കുകയാണ് ഗണേഷ് കുമാർ. ഇതേ തൊപ്പിയുടെയും പോലീസ് യൂണിഫോമിന്റെയും കാര്യം അദ്ദേഹം പറഞ്ഞു. കൂടാതെ സുരേഷ് ഗോപി പഴയകാലത്ത് ഒരു രീതിയിലുള്ള ചാരിറ്റിയും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം ഇപ്പോൾ തുടങ്ങിയതാകാം എന്നുമാണ് ഗണേഷ് പറയുന്നത്. ഒരു ചായ പോലും മേടിച്ചു തരില്ല, നമ്മൾ മേടിച്ച് ചായ എടുത്ത് കുടിച്ചിട്ട് ഇറങ്ങിപ്പോകും, അത്രയ്ക്ക് അടുത്ത സൗഹൃദമായിരുന്നുവെന്നും എന്നാൽ അടുത്തിടെ ഒരു ചടങ്ങിൽ വെച്ച് കണ്ടപ്പോൾ സുരേഷ് ഗോപി മുഖം കൊടുക്കാതെ തിരിഞ്ഞു നിന്നു എന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഇപ്പോൾ ഗണേഷിനെ പ്രകോപിതനാക്കിയത് സുരേഷ് ഗോപി നടത്തിയ മറ്റേ മോനെ എന്ന പ്രയോഗമാണ്. കേരളത്തിൽ എയിംസ് വരും എന്ന് സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ ഗണേഷ് കുമാർ അതിനെ പരിഹസിച്ചിരുന്നു. എയിംസ് തൃശ്ശൂരിൽ വരുമോ അതോ ആലപ്പുഴയിൽ വരുമോ അല്ലെങ്കിൽ തെങ്കാശിയിൽ വരുമോ എന്നാണ് ഗണേഷ് കുമാർ പരിഹസിച്ചത്. സുരേഷ് ഗോപിയുടെ സ്വന്തം മണ്ഡലം തൃശ്ശൂർ ആണെങ്കിലും അദ്ദേഹത്തിന്റെ അമ്മയുടെ വീട് ആലപ്പുഴ ആയതുകൊണ്ട് അവിടേക്ക് കൊണ്ടുപോവുകയാണോ എന്നും ഗണേഷ് പരിഹാസ രൂപേണ ചോദിച്ചിരുന്നു. അതിന് മറുപടിയായിട്ടാണ് എയിംസ് കേരളത്തിൽ വരും മറ്റേ മോനെ എന്ന് സുരേഷ് ഗോപി പറഞ്ഞത്. മറ്റേ മോൻ എന്ന് വിളിച്ചത് അഴിമതി പിള്ളയുടെ മകൻ പിള്ളയെക്കുറിച്ചാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഒരു അഴിമതി കേസിൽ സുപ്രീം കോടതി ശിക്ഷിച്ച് ജയിലിൽ അടച്ച അഴിമതി വീരനായ ബാലകൃഷ്ണ പിള്ളയുടെ മകനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. സുരേഷ് ഗോപിയുടെ ചില പരാമർശങ്ങളും പെരുമാറ്റവുമൊക്കെ നമ്മൾ പലപ്പോഴും വിമർശിക്കാറുണ്ട്, പരിഹസിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹത്തെ വിടാതെ പിന്തുടർന്ന് പരിഹസിക്കാൻ വേണ്ടും യോഗ്യനാണോ ഗണേഷ് കുമാർ എന്നതും ചിന്തിച്ചു നോക്കുക. തൻ്റെ ഭർത്താവായ ഒരു മാന്യൻ്റെ പരസ്ത്രീ ബന്ധങ്ങളെക്കുറിച്ചും അതിലൊരാളുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും തൻ്റെ ഭർത്താവ് തൻ്റെ കൺമുന്നിൽ വെച്ച് കരണത്ത് അടിവാങ്ങിയതും തൻ്റെ മുന്നിൽ തന്നെ ഭർത്താവ് അയാളുടെ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞതും സ്വന്തം ഭാര്യ തന്നെ വാർത്താ സമ്മേളനം നടത്തി ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇദ്ദേഹത്തെക്കുറിച്ചാണ്. സ്വന്തം പിതാവ് തന്നെ ഒരിക്കൽ വാർത്താ സമ്മേളനം നടത്തി വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഇങ്ങേരെ പോലുള്ളവർക്ക് ബയോളജിക്കൽ തന്തയും പൊളിറ്റിക്കൽ തന്തയും ഉണ്ടെന്ന് ആദ്യമായി ലോകം അറിയുന്നത്. പിതാവിൻ്റെ പ്രായമുള്ള VS അച്യുതാനന്ദനെ കാമഭ്രാന്താണെന്ന് പറഞ്ഞവനെ ചുമക്കേണ്ട ഗതികേട് എല്ലാവർക്കുമില്ല, പ്രത്യേകിച്ചും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക്. കുറെ നാളായി ഗണേഷ് കുമാർ സുരേഷ് ഗോപിയെ പിന്നാലെ നടന്ന് ചൊറിയാൻ തുടങ്ങിയിട്ട്. അതിനുള്ള മറുപടി സുരേഷ് ഗോപി മറ്റേ മോനെ എന്ന പ്രയോഗത്തിൽ ഒതുക്കി എന്ന് മാത്രം. വീണ്ടും ഗണേഷ് കുമാർ ചൊറിയാൻ ഇറങ്ങിയാൽ ശക്തമായ ഒരു പോരാട്ട പരമ്പര തന്നെ കാണാൻ കഴിയും. കാരണം രണ്ടുപേരും പഴയ ചങ്ങാതിമാരായിരുന്നു. ഗണേഷ് പറയുന്നത് പോലെ തന്നെ സുരേഷ് ഗോപിക്കും പറയാനുണ്ടാകും കാര്യങ്ങൾ. ഗണേഷിന് അതൊക്കെ താങ്ങാനുള്ള ശക്തി ഉണ്ടായാൽ മതി.